അപ്പോൾ ഗൈസ്, ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നത് 4-ാം തീയതിയാണ്. 4-ാം തീയതി ഇപ്പോൾ ഏകദേശം 10 മണി ആയിട്ടുണ്ട്. എനിക്ക് ഇന്നാണ് പരീക്ഷ ജെഇൻ്റെ. 2:30ക്കാണ് ഗേറ്റ് ക്ലോസ് ചെയ്യുക. അപ്പോൾ 1 മണിക്കാണ് അവിടെ എത്തേണ്ട ടൈം എന്നൊക്കെ പറഞ്ഞു. ഒരു 1:30ക്ക് എത്തിയാലും മതിയാവും. ഇപ്പോൾ ഏകദേശം 9:30-10 മണി ആവാനായിട്ടുണ്ട്. ഇപ്പോൾ ഇറങ്ങണം വീട്ടിൽ നിന്ന്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഞാൻ വിചാരിച്ച് 1-ാം തീയതി മുതൽ 4-ാം തീയതി പരീക്ഷ ഏപ്രിൽ 1 മുതൽ അത്യാവശ്യം നല്ല രീതിയിൽ നോക്കാമെന്ന്. ഏപ്രിൽ 1 രാവിലെ അമ്പലത്തിൽ പോയി അതൊക്കെ പോസ്റ്റ് ഇട്ടപ്പോൾ ആൾക്കാർ ഏപ്രിൽ ഫുൾ എന്നൊക്കെയാണ് പറഞ്ഞത്. അതൊന്നല്ല, എനിക്ക് ഏപ്രിൽ ഫുൾ അന്നാണെന്ന് ഓർമ്മയും കൂടി ചെയ്യുന്നു. പിന്നെ ഉച്ചയ്ക്കൊക്കെയാണ് ആൾക്കാർ പറഞ്ഞ് മനസ്സിലായത്. പിന്നെ നോക്കുകയാണെങ്കിൽ അന്ന് ഉച്ചയ്ക്ക് സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ ജസ്റ്റ് കുറച്ച് ക്ലാസ് കണ്ടോക്കി. പെട്ടെന്ന് കണ്ടോണ്ടാണെന്നറിയില്ല, കുറച്ച് ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മതിയായി. പിന്നെ ഞാൻ അന്ന് ഫുള്ള് ഫ്രീ ഫയർ കളിച്ച് പിറ്റേന്നൊന്നും നോക്കാനില്ല. അപ്പോൾ എക്സാമിൻ്റെ തലേന്ന് ഞാൻ ഇന്നലെയാണ് ലാസ്റ്റ് നോക്കണത്. ഷിഫ്റ്റ് 1ൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കി. ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ കിട്ടി, പിന്നെ ഒന്നും കിട്ടില്ല. അവിടെയും ചടച്ച് ഉറങ്ങി. രാവിലെ 5 മണിക്ക് അലാറം വെച്ച് 7 മണിക്കാണ് എണീറ്റ്. 7 മണിക്ക് എണീറ്റ് ഇപ്പോൾ റെഡി ആയി നിൽക്കുകയാണ്. എന്തായാലും വെറുതെ എക്സാം ചെയ്താന്നുള്ളൊരു ഇതിലാണ് പോണത്. ഞാൻ വിചാരിച്ച ഒരു 10-ാം തീയതി 9-ാം തീയതി ആവും കിട്ടുക. അപ്പോൾ കുറച്ച് ദിവസം പഠിക്കാമെന്ന്. ഇപ്പോൾ തന്നെ കിട്ടിയത് നന്നായി, കാരണം എന്തായാലും പഠിക്കാനില്ലായിരുന്നു അത്ര ദിവസം കൊണ്ടൊക്കെ. എന്തായാലും മര്യാദയ്ക്ക് നോക്കണമെന്നുണ്ട്. എന്തായാലും ഇന്നത്തെ എക്സാം എങ്ങനെ ഉണ്ടെന്നൊക്കെ ഇനി റിവ്യൂ പറയാം. പോകുമ്പോൾ വീഡിയോ വടകരയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇവിടെ നിന്ന് ഏകദേശം 66 കിലോമീറ്റർ ഉണ്ട്. ഇതെന്താണ് ഇത്രയൊക്കെ അപ്പുറത്ത് കിട്ടുന്നത് അറിഞ്ഞൂടെ. ഞാൻ ഫസ്റ്റ് സെക്ഷൻ മലപ്പുറം തന്നെ കൊടുത്തത്, പക്ഷേ കോഴിക്കോട് വടകരയാണ് കിട്ടിയത്. തേങ്ങ വധിക്കാൻ കുറേ ഉണ്ടോ അങ്ങോട്ട്. ട്രെയിനും ഇല്ല, ട്രെയിന് ആവശ്യത്തിനില്ല. 10:30 അവിടെ എത്തും ട്രെയിൻ. അതൊക്കെ കുറേ ഓവറല്ലേ. അപ്പോൾ അത് ട്രെയിൻ പോയിണ്ടാവും. ഇനിയിപ്പോൾ ബസ്സിന് പോകണം. കുറേ പോകുന്നുണ്ട്. അല്ല, ബസ്സിന് കുറേ പോകുന്നുണ്ട്. എങ്ങനെയാണെങ്കിലും കുറേ പോകുന്നുണ്ട്. ബസ്സിനാണെങ്കിൽ കുറേ നേരം കുത്തിരിക്കണം. ചടപ്പാണ്, ഛർദിലൊക്കെ വരും. ഒരുമാതിരി ചണ്ണിച്ചടപ്പാണ് ബസ്. 2 മണിക്കൂർ 7 മിനിറ്റ് ഉണ്ട് ബൈക്കിൽ. അപ്പോൾ ബസ്സിലാണെങ്കിൽ കുറേ ഉണ്ടാവും. കുറേ സ്റ്റോപ്പൊക്കെ നിർത്തി. അപ്പോൾ എന്തായാലും അവിടെ പോകുമ്പോൾ കാണാം. ഞാൻ അവിടെ നിന്ന് എന്തായാലും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. സ്കൂളിലൊക്കെ എത്തിയിട്ട് ഏതൊക്കെയാണ് സ്കൂളിൽ നിന്നൊക്കെ കാണിച്ചു തരുന്നുണ്ട്. എന്താവും എന്ന് അറിഞ്ഞൂടാ. അപ്പോൾ എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. പോണേക്ക് കാണാം. അപ്പോൾ ഗൈസ്, അങ്ങനെ ഒരു നീണ്ട ഘോഷയാത്ര കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ടൈം 9:30 ആയിട്ടുണ്ട് രാത്രി. രാവിലെ 9:00ക്ക് വരണം. 12 മണിക്കൂറിൻ്റെ ഒരു ട്രിപ്പാണ്. ഇതെന്താണ് വൺ ഡേ ടൂറാണോ നിങ്ങൾ വിചാരിക്കും. അതേമാതിരി തന്നെയാണ്. 12 മണിക്കൂറിൻ്റെ പൊന്നോ. രാവിലെ ആണെങ്കിൽ ബസ് കയറിയിട്ട് ബസ്സുകാരനാണ് നിലമ്പിട്ട പറത്തൽ നടത്തുന്നത്. യജാതി പോക്ക്. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ആദ്യം കൊടുത്തിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒരു ബസ് അവിടെ നിന്ന് തട്ടിയിരുന്നു. കമ്പിമേറ്റവും നല്ല സ്പീഡിലൊന്നും തട്ടി. അതിൻ്റെ ചെറിയൊരു കച്ചറൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വീഡിയോ എടുത്തിരുന്നു ജസ്റ്റ്. അത് ഞാൻ എന്തായാലും ഇവിടെ കാണിച്ചു തരാം. ഞാൻ നല്ല വീഡിയോ ക്ലിയർ ഉണ്ടോ ക്ലിയറില്ലെന്ന് അറിഞ്ഞോളാം. എന്തായാലും ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ അതൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്തൊക്കെയാണ് നടന്നിരുന്നത്. എങ്ങനെയൊക്കെയോ ഉച്ചയ്ക്ക് പരീക്ഷ. ഞാൻ വെച്ചാൽ ഉച്ചയ്ക്ക് പരീക്ഷ ഉള്ളത് നല്ലതല്ലേ വിചാരിച്ചു. കാരണം രാവിലെ നേരത്തെ എണീക്കേണ്ടല്ലോ. രാവിലെ തന്നെയാണ് നല്ലത്. കാരണം ഒരു തിരക്കും ഉണ്ടാവില്ല. അങ്ങനെ പോയിരുന്നു. ഇത് എജാതി തിരക്കല്ല, ട്രാഫിക് ബ്ലോക്കിൻ്റെ വീഡിയോ ഞാൻ ആദ്യം കൊടുത്തിരുന്നു. പിന്നെ അങ്ങനെ ലാസ്റ്റ് അവിടെ എത്തി. 1 മണിക്കായിരുന്നു പരീക്ഷ. അങ്ങനെ 1 മണിക്ക് അവിടെ എത്തി. ഭക്ഷണമൊക്കെ കഴിച്ച്
17:30 അങ്ങോട്ട് കയറി ഉള്ളിലേക്ക് കയറി. ഉള്ളിൽ കയറേണ്ടിയിരുന്ന് 1.5 മണിക്കൂർ പോസ്റ്റ്. പരീക്ഷ തുടങ്ങുന്നതിന് മുന്നേ 1.5 മണിക്കൂർ പോസ്റ്റ്. വെറുതെ കസാര തന്നെ ഇരിക്കാനൊന്നും പറ്റില്ല. അത് കഴിഞ്ഞ് 3 മണിക്കൂർ പരീക്ഷ. പഠിച്ചൊരു പോസ്റ്റ് ആവില്ല, പഠിക്കാത്തൊരു നല്ല പോസ്റ്റ് ആവും. ഞാൻ ആദ്യത്തെ 30 മിനിറ്റ് തന്നെ പഠിച്ച എന്തൊക്കെയുണ്ടോ നോക്കി. കെമിസ്ട്രിയിൽ 2 ഞാൻ പഠിച്ചതെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ടുള്ള വന്നിരുന്നു. പിന്നെ ഫിസിക്സിൽ 1 വന്നിരുന്നു. മാത്സിൽ ഇതുവരെ നോക്കിയിട്ട് ഒന്നും കിട്ടിയില്ല. അങ്ങനെ അത് 3 ചെയ്ത്. പിന്നെ കുറേ കറക്കി കുത്തി. ആദ്യത്തെ 30 മിനിറ്റ് അങ്ങനെയൊക്കെ ചെയ്ത്, ആദ്യത്തെ 30 മിനിറ്റ് അങ്ങനെയൊക്കെ ചെയ്ത്. പിന്നെ ബാക്കിയുള്ള മിനിറ്റ് കുറച്ച് 20 മിനിറ്റും കൂടി എല്ലാം ഫുള്ള് കറക്കി കുത്തി. കാരണം എങ്ങനെയെങ്കിലും റെഡി ആയിക്കോട്ടെ. അല്ലാതെ കുറച്ച് മാത്രം എഴുതിച്ചിട്ട് എന്തായാലും ഇപ്പോൾ ഈ മാർക്ക് ഞാൻ നോക്കണേന്നില്ല. കാരണം ഒരു പ്രതീക്ഷയില്ലാതെ പോയത്. അപ്പോൾ കറക്കി കുത്തിയിട്ടിട്ട് ശരിയാവുകയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് എല്ലാം കറക്കി കുത്തി. മാത്സിൽ ഫുൾ എഴുതി. മറ്റേ ഓപ്ഷൻസ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ 5 അത് എഴുതിയില്ല. ഫിസിക്സിലും ഫുൾ എഴുതി, ഒരു ക്വസ്റ്റ്യൻ വിട്ടിട്ട്. കെമിസ്ട്രിയിൽ ഒരു ക്വസ്റ്റ്യൻ വിട്ടിട്ട് ബാക്കിയുള്ള ഫുൾ എഴുതി കറക്കി കുത്തിയിട്ട്. അങ്ങനെ അത് മൊത്തം എഴുതി കഴിഞ്ഞിട്ട് ബാക്കിയുണ്ട് 2 മണിക്കൂറും 10 മിനിറ്റും. എൻ്റെ പൊന്നടാവേ എങ്ങനെ നോക്കിയിട്ടും ടൈം പോവില്ല. എൻ്റെ അപ്പുറത്തുള്ളൊരു +2 പഠിച്ച ഒരു ബ്രോ തന്നെയാണ്. ആ ബ്രോനൊക്കെ ഞാൻ പരിചയപ്പെട്ട്. അങ്ങനെ പുള്ളി ഉറങ്ങുക, ഞാനും ഉറങ്ങുക. അവിടെ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ കിടന്നുറങ്ങുക തന്നെ. എൻ്റെ പൊന്നടാ എത്ര ഉറങ്ങിയിട്ട് ടൈം അങ്ങോട്ട് നീങ്ങുന്നില്ല. ഞാൻ കുറേ നേരം ഉറങ്ങി, അറിയാതെ ഞെട്ടി നീറ്റുപോയി. എന്നിട്ട് നോക്കിയപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെയുണ്ട് ബാക്കി 1 മണിക്കൂർ എത്രയോ ബാക്കിയുണ്ടായിരുന്നു. ഇരുന്നിരുന്ന് എനിക്ക് എന്തൊക്കെയോ ആവുക. സ്കൂളിലാണെങ്കിൽ കുറച്ച് നേരം ഇരുന്നാൽ പിന്നെ നീറ്റ് ഇൻ്റർവെല്ലെങ്കിലും പുറത്തിറങ്ങുക. ഇത് 4 മണിക്കൂറും 17 മിനിറ്റോ ഇരുന്നോടെ തന്നെ ഇരിക്കുക. എന്തൊക്കെയോ ആയിട്ട് ഒരുമാതിരി ഇറങ്ങി ഓടിയാലെന്നൊക്കെ വിചാരിച്ചു ലാസ്റ്റത്തെ മിനിറ്റ്. പിന്നെ നമ്മൾ എന്തായാലും എക്സാമിന് പ്രയോറിറ്റി കൊടുക്കണമല്ലോ. കാരണം അത്രയും സീൻ എക്സാമാണ് ജെഇ നീറ്റൊക്കെ. അപ്പോൾ അങ്ങനെ അവിടെ തന്നെ എങ്ങനെയൊക്കെ ഇരുന്ന് ലാസ്റ്റ് എക്സാം കഴിയാനായി. ലാസ്റ്റിൽ 5 മിനിറ്റിലൊക്കെ എൻ്റെ സന്തോഷമൊന്നും പറഞ്ഞിറക്കണമെന്ന് അപ്പുറം ഇരുന്ന്. എന്നിട്ട് അപ്പോഴും ഞാൻ കിടന്ന് 3 മിനിറ്റൊക്കെ ഉറങ്ങിയെന്ന് പറഞ്ഞാൽ ഉറക്കം വരുന്നൊന്നുമില്ല. കാരണം അത്രയും ബസ് കിടന്നുറങ്ങിയിന്ന്. ബസ്സിൽ ഫുൾ ഉറങ്ങിയിട്ട് അങ്ങനെ ലാസ്റ്റ് എക്സാം കൊണ്ട് കഴിഞ്ഞ്. എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ പറയാമല്ലോ, ഞാൻ പഠിക്കാത്തതുകൊണ്ട് തന്നെ പഠിക്കാത്തൊരു പോസ്റ്റ് പഠിക്കുന്നവർക്ക് നല്ല രീതിയിൽ ചെയ്യാൻ കഴിയും. കുഴപ്പമില്ലാതെ 3 മണിക്കൂറൊക്കെ നല്ല രീതിയിൽ എഫക്റ്റീവായി യൂട്ടിലൈസ് ചെയ്യാൻ കഴിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എക്സാം വലിയ കുഴപ്പമില്ല. അങ്ങനെ എക്സാമൊക്കെ കഴിഞ്ഞ് പിന്നെ ട്രെയിനിൽ ഇവിടെത്തി. ഇപ്പോൾ 9 നല്ല ക്ഷീണമുണ്ട്. റിസൾട്ടിനെ കുറിച്ചൊന്നും ഞാൻ ബോധർ ചെയ്യുന്നില്ല. കാരണം എന്തായാലും പ്രതീക്ഷിക്കാതെ വെറുതെ ലാസ്റ്റ് മിനിറ്റിൽ ഞാൻ പഠിക്കാൻ വിചാരിച്ചത് 4 ദിവസം കൊണ്ട് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ വിചാരിച്ചിരുന്നു. പക്ഷേ ഒന്നും പഠിക്കാനില്ല. ഫ്രീ ഫയറൊക്കെ കളിച്ചെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിശ്വാസമില്ല, നിങ്ങൾ വിശ്വസിക്കണ്ട. അപ്പോൾ സെക്കൻഡ് ചാനൽ എന്തായാലും ഫ്രീ ഫയറിൻ്റെ വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. സെക്കൻഡ് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്ര തന്നെ പറയാനുള്ളൂ. ഇനി എന്തായാലും കിടന്നുറങ്ങണം. നല്ല തലവേദന ഉണ്ട്, നല്ല ക്ഷീണമുണ്ട്. കാരണം അതിൻ്റെ ഇടയിൽ കൂടെ മഴയും കുറച്ച് കൊണ്ട് ബസ് കിട്ടിയില്ല. അവിടെ നിന്ന് കുറേ നടന്ന് എന്തുകൊണ്ടും ഇന്നൊരു നല്ല ദിവസമായിരുന്നു. കുഴപ്പമില്ലാത്ത നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ അത്ര തന്നെ പറയാനുള്ളൂ. എല്ലാവർക്കും വലിയൊരു താങ്ക്സ് ഉണ്ട്. എന്തിനാണെന്നല്ല, എന്തായാലും അത്ര ഉള്ളൂ. പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ആകെ കൂടി ഇന്നത്തെ ദിവസത്തിൽ അടിപൊളി കഴിക്കാൻ മന്തി മാത്രം. മന്തി കണ്ടിട്ട് തീരെ ടേസ്റ്റിലെത്താൻ പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ 220 രൂപ, അത് എന്ത് റേറ്റാണ് അവിടെ. അത് പോരാത്തതിന് ഉള്ളത് പറയാലോ, പഠിക്കാതെ പോകുന്നവർക്ക് എന്തായാലും ജയിലിനെക്കാട്ടിയും വലിയ അവസ്ഥയാണ് അവിടെ കിട്ടാൻ പോകുന്നത്. കാരണം നീക്കാൻ പോലും പറ്റില്ല. ജയിലിൽ കഴിഞ്ഞാൽ നീറ്റ് നടക്കുകയും ചെയ്യും. ഇത് നീക്കാൻ പോലും കാര്യം 4.5 മണിക്കൂറൊക്കെ അവിടെ ഇരിക്കുക. നല്ല അടിപൊളി സിനാരിയോ തന്നെയാണത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യേണ്ടത് തന്നെ. എന്തായാലും അത്ര തന്നെ ഉള്ളൂ.